സുഹൃത്തുക്കളെ, എന്താണ് എൻ്റെ കേസ്? എൻ്റെ കേസിനെ കുറിച്ച് വിത്ത് FIR എന്താണെന്ന് അങ്ങനെ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് FIRനെ കുറിച്ച് പറയാൻ നിയമ തടസ്സങ്ങളൊന്നുമില്ല. FIR കാണിക്കാൻ നിയമ തടസ്സങ്ങളില്ല. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇവിടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളുണ്ടല്ലോ. മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പുറത്തു വിടുന്ന വാർത്തകൾ അത് വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. അവർക്ക് വ്യക്തമായിട്ട് വേണമെങ്കിൽ ഈ FIRന്റെ കോപ്പി കിട്ടില്ലേ, അത് വ്യക്തമായിട്ട് നോക്കിക്കൂടെ, അത് മനസ്സിലാക്കി പറഞ്ഞുകൂടെ? ഉം, ഉം, പറയില്ല. അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാർത്ത മാത്രമാണ്. ഇത്തരത്തിലാണോ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. ഞാൻ ഏതെങ്കിലും ഒരു മതത്തെ ഏതെങ്കിലും രീതിയിൽ അവഹേളിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. കാരണം എല്ലാ മതത്തെയും റെസ്പെക്റ്റ് ചെയ്യുന്ന, എല്ലാ മതത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, അല്ലേ? ഞാനൊരു നോമ്പ് നോറ്റ വീഡിയോ 1,50,000 മുകളിൽ ആളുകൾ കണ്ടൊരു വീഡിയോ ഉണ്ട്. അതുകൂടാതെ തന്നെ ഞാൻ പൊന്നാനി പള്ളിയിൽ പോകുന്ന ഒരു വീഡിയോ ഉണ്ട്. ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെ കൃത്യമായി ചൂണ്ടിക്കാണിക്കാറുണ്ട്. അങ്ങനെ ക്ലിയർ ആയിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഒരു മതത്തെ അവഹേളിക്കില്ല. കാരണം മനുഷ്യത്വം എന്നുള്ള ഒരു സംഭവം നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യില്ല എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് പല ഇന്റർവ്യൂകളും താങ്കൾ റിയാക്ട് ചെയ്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. മാനുഷിക പരിഗണന എന്നൊന്നും ഉണ്ടല്ലോ താങ്കളിൽ എന്നാണല്ലോ ചോദ്യം. എൻ്റെ വീഡിയോയിൽ കൃത്യമായിട്ട് മറ്റുള്ള ആളുകൾ ചെയ്യുന്നതിനേക്കാൾ വ്യക്തമായിട്ട് ഒരു അസഭ്യം പോലും പറയാതെ സഭ്യമായ രീതിയിൽ വിഷയം അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യങ്ങൾ. ഞാൻ അതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ എനിക്കിതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും പറയാൻ പറ്റും? ഇപ്പൊ അനീഷ് ബ്രോ ഒരു വീഡിയോ ഇട്ട്, അതായത് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം എന്നുള്ളത്. ഇനി അനീഷിന് എന്തും പറയാം, എനിക്ക് മറുപടി കൊടുക്കാൻ കഴിയില്ല. എൻ്റെ വായ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചതുപോലെ സിബ് ഇട്ട് വെച്ചിട്ടിരിക്കുക, മിണ്ടാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി അനീഷ് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ നിങ്ങളുടെ താല്പര്യങ്ങളാണ്. എന്നെ വിശ്വസിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്, വിശ്വസിക്കാത്ത ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ സമൂഹത്തിന്റെ മുന്നിലേക്ക് തെറ്റായ സന്ദേശങ്ങൾ അയക്കുന്ന മാധ്യമ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തുകൊണ്ടാണ് വസ്തുതാവിരുദ്ധമായിട്ട് ഈ വാർത്ത വളച്ചൊടിക്കുന്നത് എന്നുള്ളത്. 1000 ആളുകൾ കാണുമ്പോൾ അതിലൊരു 500 ആളെങ്കിലും വിശ്വസിക്കില്ല നിങ്ങൾ പറയുന്ന വാക്ക്. 500 ആളുകൾ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. ബാക്കി ആളുകൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പൊ തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കാതിരിക്കുക. പിന്നെ കിച്ചുവുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളത്. കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. വളർന്നു വരുന്ന ഒരു പയ്യനാണ്. അവനിപ്പോൾ ഒരു ബിസിനസ്സും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവനെ ചേർത്ത് വെക്കേണ്ടത് എൻ്റെ കടമയാണ്. ഞാനത് ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അതിനെക്കുറിച്ചിട്ട് ഇനിയും ഡീറ്റെയിൽ എനിക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് കാര്യം കത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ കിട്ടിയ അവസരം പല ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കുറെ വ്ളോഗേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. സജിനയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നുള്ളതാണ്. സജിനക്ക് മറുപടി കൊടുക്കാൻ പറ്റാനിട്ടൊന്നുമല്ല, വേണ്ട. പിന്നെന്താ ശാരിക മേഡം എന്തോ പറയുന്നുണ്ട്. അവർക്ക് മറുപടി കൊടുക്കാൻ കഴിയും എനിക്ക്. നിയമ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെ ഞാനത് ഇപ്പൊ പറയുന്നില്ല. പിന്നെ ഞാനൊരു കഥ പറയട്ടെ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കറങ്ങി നടക്കുന്ന പല വീഡിയോസിലും വസ്തുതാവിരുദ്ധമായ പല കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് FIRന്റെ കോപ്പി കിട്ടാൻ പ്രയാസമൊന്നുമില്ല. FIRും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഈ കേസുമായി പൂർണ്ണമായി ഞാൻ സഹകരിക്കും. അതിൽ തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ്. അത് അങ്ങനെ തന്നെ നടക്കും എന്നുള്ളതാണ്. പക്ഷേ നുണ പറയരുത്. ഞാൻ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ പറയുന്ന പോലെ ഒരു നുണയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ 2 തവണ അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വിട്ട ഈ വാർത്ത ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഒരു പ്രസ്തുത വ്യക്തിയുടെ അവസ്ഥയെ എന്താ ചൂഷണം ചെയ്തു എന്നൊക്കെയാണ് പല ആളുകളും പറയുന്നത്. ഒരു പ്രസ്തുത വ്യക്തിയുടെയും അവസ്ഥയെ ചൂഷണം ചെയ്തിട്ടില്ല. പല ആളുകളും റിയാക്ട് ചെയ്ത പല വീഡിയോസും അതിപ്പോൾ ഞാനാണ് ചെയ്തത് എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ മനസ്സിലാക്കി, എന്നെ അറിയുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും വ്യക്തമായിട്ട് അറിയാം എൻ്റെ ചാനലിലുള്ള വീഡിയോസ് ഏത് രീതിയിലുള്ളതാണ് എന്നും മറ്റുള്ള ഏത് ചാനൽ ചെയ്യുന്നതിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യാറ് എന്നുള്ളതും. ആരെയും അസഭ്യം ഞാൻ വിളിക്കാറില്ല. അതുപോലെ ഞാൻ സഭ്യമായ രീതിയിൽ തന്നെയാണ് സംസാരിക്കാറ്. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമല്ലോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇറങ്ങി സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ വായിൽ നിന്ന് വീഴുന്ന പലതും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ടാവും. ഇപ്പൊ നമ്മുടെ ചുറ്റിലും കുറെ കഴുകന്മാരൊക്കെ. അതുകൊണ്ട് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഫോണ് എൻ്റെ കയ്യിൽ മാത്രമല്ല ആക്സസ് ഉള്ളത്. എൻ്റെ ഫോൺ ആക്സസ് കേരള പോലീസിന്റെ കയ്യിലുണ്ട്. ഇപ്പോൾ സൈബർ സെല്ലിലാണ് ഫോൺ കൊടുത്തിട്ട്. അവർക്ക് ആക്സസ് ഉണ്ട്. ഫുൾ ആക്സസ് ആണ്. നമ്മൾ എല്ലാ പാസ്വേഡും പറഞ്ഞു കൊടുത്തിട്ടുള്ള ആക്സസ് അവരുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ കൃത്യത വേണം, വ്യക്തത വേണം, സത്യസന്ധമായിരിക്കണം. മറ്റ് പരാതിക്കാരെ ഒന്നും അപമാനിക്കാൻ എനിക്കൊണ്ട് കഴിയില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മറ്റുള്ള വ്യക്തികൾക്ക്, മറ്റുള്ള യൂട്യൂബർമാർക്ക് എൻ്റെ ഈ വിഷയം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അവരത് അഡ്രസ്സ് ചെയ്യുന്നതും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്കത് ഷെയർ പോലും ചെയ്യാൻ കഴിയില്ല. ചില ആളുകൾ വിചാരിക്കും, അയ്യോ സന്ദീപിനെ കുറിച്ച് എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവനൊന്നും ലൈക്ക് പോലും അടിച്ചില്ല എന്നുള്ളത്. കമന്റ് ഇടാൻ പറ്റുമോ, ലൈക്ക് ചെയ്യാൻ പറ്റുമോ, ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്തിനു പറയുന്നത്? നമ്മളുടെ പ്രൊഫൈലിൽ കൊണ്ട് ഒരു 5 മിനിറ്റ് പോലും വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള അർത്ഥം. പല ആളുകളും ഉണ്ട് കേട്ടോ. പല ആളുകളും
അവരെ കുറിച്ചിട്ട് വളരെ മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിനെ എതിർക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് കാലങ്ങൾ കഴിയുമ്പോൾ ആ എതിർത്ത ആ ഒരു സംഭവത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ വളരെ മോശപ്പെട്ട രീതിയിൽ കാലങ്ങളോളം എന്തെങ്കിലും പറയുക, പിന്നെ ആ വ്യക്തിയെ കുറിച്ചിട്ട് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ കാര്യങ്ങളൊക്കെ മറക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചിട്ട് നമ്മളത് നിരന്തരം സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണെന്നുള്ളതാണ്. ഇവിടെ ഈ വ്യക്തികളെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. അതിപ്പോൾ അനീഷിന് ഒരു മുതൽക്കൂട്ടാണ്, അനീഷിന് ഇനി എന്തും പറയാന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ സത്യത്തിന്റെ കൂടെ മാത്രമേ നിന്നിട്ടുള്ളൂ. എൻ്റെ ചാനലിൽ ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും ഞാൻ എൻ്റെ നിലപാടിൽ നിന്നും പിന്നോട്ട് പോവില്ല, മുന്നോട്ട് തന്നെ പോകുള്ളൂ. എൻ്റെ നിലപാട് അത് ഉറച്ചതാണ്, അത് സത്യസന്ധമാണ്, അത് ദൃഢമായതാണ് എന്നുള്ളതാണ്. അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് യൂട്യൂബർമാർ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾ വ്യക്തതയോടുകൂടി വീഡിയോ ചെയ്യുന്നുണ്ട്. ചില ആളുകൾ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ന്യൂസിലൂടെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നതാണ് കേസ് എന്ന രീതിയിൽ. നിങ്ങൾ ആ പടച്ചു വിടുന്നതല്ല യഥാർത്ഥ കേസ്. ഞാൻ കൂടുതലായിട്ട് ഇനിയൊന്നും പറയുന്നില്ല. പറഞ്ഞു പോയാൽ ചിലപ്പോൾ കേസിന് ആസ്പദമായ പലതും പറയേണ്ടി വരും. അതുകൊണ്ട് അത് നിർത്തുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ലാസ്റ്റ് CJP യെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നും കൂടിയും പറയാം. കുറേ ആളുകൾ കമൻറ്റ് ഇടുന്നുണ്ട്. നിരന്തരമായി ഓരോ ആളുകൾ വിളിച്ച് കേസ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പല ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മറുപടികൾ കൊടുത്തുകൊണ്ടാണ് എനിക്ക് സമയം കിട്ടാത്തത്. കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങാൻ കഴിയാത്തത്. ഇപ്പോൾ പല വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കുറച്ച് ദിവസം ചെറിയ 1-2 വീഡിയോസ് വരുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ഇനി വേണം എനിക്ക്. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഇനി വേണം. കാരണം മുന്നോട്ട് പോകണമെങ്കിൽ കോടതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് സമ്പത്ത് വേണം. സമ്പത്ത് ഉള്ളൊരു മനുഷ്യനൊന്നുമല്ല ഞാൻ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മുടെ ലുക്കൊക്കെ കാണുമ്പോൾ അടിപൊളിയാണെന്ന് വിചാരിക്കും. പോലീസുകാർ പിടിച്ചോണ്ടായ പോലീസുകാർക്ക് അറിയാം എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അത് അത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. പൈസയൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലടേ. നമ്മൾ ഇന്ന് കിട്ടുന്ന മുന്നോട്ട് പോകാമെന്നല്ലാതെ അതിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകൾ സഹായിക്കാൻ കഴിയുന്നതും പരമാവധി സഹായിക്കുന്നുണ്ട്. ചാരിറ്റി ചെയ്യാൻ പറ്റുന്ന അത് ചെയ്യുന്നുണ്ട്. എല്ലാം അങ്ങനെ ഒരു ആമ്പലും വെള്ളം എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തീർച്ചയായിട്ടും വേണം എന്നുള്ളതാണ്. വ്യൂ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, പരമാവധി ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്തു തരിക. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കോടതിയിലും നിങ്ങളുടെ കോടതിയിലും നമ്മുടെ കോടതിയിലും നടക്കുന്നത്. നന്മയുടെ പക്ഷത്ത് മാത്രമേ എന്നും നിൽക്കൂ, സത്യത്തിന്റെ പക്ഷത്ത് മാത്രമേ എന്നും നിൽക്കുള്ളൂ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.